കേരള ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയുടെ 90 ലക്ഷം തട്ടിയെടുത്തു. പറ്റിച്ചത് ഓൺലൈൻ ട്രേഡിങ്ങിൽ ലാഭം വാഗ്ദാനം ചെയ്ത്. ഈ ഒരു വാർത്താ തലക്കെട്ട് ഞാൻ വായിക്കുമ്പോൾ എനിക്കൊരു കോൾ ചെയ്യണമെന്നുണ്ട്. അത്യാവശ്യം ഒരാളിനോട് ഒന്ന് കോൾ ചെയ്യണമെന്നുണ്ട്. ഞാനൊരു കോൾ ചെയ്യാം. ഡീആക്ടിവേഷൻ, വൈദ്യുതി വിച്ഛേദിക്കൽ, KYC അപ്ഡേറ്റ്, അസുഖം അല്ലെങ്കിൽ അറസ്റ്റ് എന്നിവയെ കുറിച്ചുള്ള അജ്ഞാത നമ്പറുകളിൽ നിന്ന് കോളുകൾ ലഭിക്കുകയാണെങ്കിൽ ഉടനടി പ്രതികരിക്കരുത്. അങ്ങനെ വിളിക്കുന്നവർ സൈബർ കുറ്റവാളികളെ വിളിക്കാം. അത്തരം സംഭവങ്ങൾ ഉടൻ തന്നെ 1930 എന്ന നാഷണൽ സൈബർ ഹെൽപ്പ് ലൈനിൽ അറിയിക്കുക. ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചത്. ഈ കോൾ ഞാൻ ചെയ്യാൻ കാരണം, നമ്മൾ ഫോൺ കോൾ ചെയ്യുമ്പോൾ തുടക്കത്തിൽ ഒരു അലർട്ട് സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് പൗരന്മാരെ കൂടുതൽ ബോധവാന്മാരാക്കാനും ഈ സൈബർ കുറ്റവാളികളെ പിടിച്ചു കെട്ടുന്നതിനും അത്തരം സൈബർ കുറ്റങ്ങൾ നടക്കാതിരിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ആദ്യം വായിച്ച തലക്കെട്ട് പ്രസക്തമാകുന്നത്. ഓൺലൈൻ തട്ടിപ്പുകാരിൽ ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി പെട്ടിരിക്കുന്നു എന്നതാണ് കേരളത്തിലെ. അതുകൊണ്ടാണ് എനിക്ക് ഈ അലർട്ട് നിങ്ങളുടെ മുന്നിൽ കേൾപ്പിക്കേണ്ടി വന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ കേരളത്തിലെ ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ഈ സൈബർ കുറ്റവാളികളുടെ കുരുക്കിൽ പെട്ടു എന്ന് പറഞ്ഞാൽ എന്തു പറയാനല്ലേ. എന്തായാലും ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാരാണ് ഇത്തരത്തിൽ ഒരു കുടുക്കിൽപ്പെട്ടത്. 90 ലക്ഷം രൂപയാണ് നഷ്ടമായത്. ഓൺലൈൻ ഷെയർ ട്രേഡിങ്ങിലൂടെ 850% ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. 850% ലാഭം വാഗ്ദാനം ചെയ്തപ്പോൾ ഒരു റിട്ടയർഡ് ജസ്റ്റിസ് പോലും അതിൽ വീണുപോയി എന്നാണ്. പിന്നെ എങ്ങനെയാണ് ഈ ഫോണിൽ കേട്ട നമ്മുടെ അലർട്ടിൽ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? സാധാരണക്കാരൻ എങ്ങനെയാണ് ഇതിനെ അംഗീകരിക്കുന്നത്? കഴിഞ്ഞ ഡിസംബറിലാണ് സംഭവം നടന്നത്. ജഡ്ജിയുടെ പരാതിയിൽ 2 പേർക്കെതിരെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ മൊബൈൽ നമ്പർ ഒരു വാട്സപ്പ് ഷെയർ ട്രേഡിംഗ് ഗ്രൂപ്പിൽ കൂട്ടിച്ചേർത്തിരുന്നു. സംഭവിച്ചത് അങ്ങനെയാണ്. പലപ്പോഴും നമ്മുടെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മുടെ ഫോണിൽ ആ ഗ്രൂപ്പിൽ പെട്ടതായിട്ട് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. നമ്മളറിയാതെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും നമ്മുടെ ഫോൺ അതിൽ കൂടി ചേർത്ത് നമ്മളെയും കൂടി ആ ഗ്രൂപ്പിൽ അംഗമാക്കും. പിന്നീട് നമ്മൾ വിചാരിക്കാം കിടക്കട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ ഈ ജഡ്ജിയെയും ഒരു ട്രേഡിംഗ് ഗ്രൂപ്പിൽ അംഗമാക്കി. പിന്നീട് ഇതുവഴി ലാഭം വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത്. പണം അയക്കാനുള്ള ഒരു ലിങ്ക് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുകയും ജഡ്ജി ഇതുവഴി പണം അയക്കുകയും ചെയ്തു. നമ്മൾ നേരത്തെ കേട്ട അലർട്ടിൽ പറയുന്നുണ്ട്, പലപ്പോഴും ഒരുപാട് ബാങ്കുകളിൽ നിന്ന് നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്, അതുപോലെ അലർട്ടുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു കാരണവശാലും ഒരു ലിങ്കിലേക്ക് നിങ്ങൾ പണം അയക്കരുത്. ലിങ്കുകളിൽ കൂടി പണം അയക്കാൻ പറയുന്നത് സൈബർ തട്ടിപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ അത്തരം തട്ടിപ്പുകളിൽ വീണു പോകരുത് എന്നാണ് ബാങ്കുകൾ നിരന്തരം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുപോലെ ഈ മൊബൈൽ ഓൺ ചെയ്യുമ്പോഴും മറ്റൊക്കെ അലർട്ടുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഒരു ജഡ്ജിക്ക് ഇത് പറ്റിപ്പോയല്ലോ എന്നാണ്. എന്നാൽ ഇദ്ദേഹം ഈ ലിങ്കിൽ കൂടി പണം അയക്കുന്നു. ഘട്ടം ഘട്ടമായി ജഡ്ജിയുടെ അക്കൗണ്ടിൽ നിന്ന് 90 ലക്ഷം രൂപ ഇവർ തട്ടിയെടുത്തെന്നാണ് കേസ്. ശരി, അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം ഒരു ജഡ്ജിയാണ് നമ്മൾ ഒരു കാലത്ത് നന്നായിട്ട് ബഹുമാനിക്കുകയും ഇപ്പോഴും ബഹുമാനിക്കുകയും ഇപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ സംരക്ഷണം ഉള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ അതിഥിയാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വിലമതിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഇത്തരം സൈബർ തട്ടിപ്പുകളിൽ അത് 850% ലാഭം കിട്ടുമെന്ന് പറയുമ്പോൾ ഒരു റിട്ടയർഡ് ജഡ്ജി പോലും വീണു പോകുമെങ്കിൽ സാധാരണക്കാരൻ എന്തുകൊണ്ട് വീഴുന്നില്ല? അതിന് വീണു പോയാൽ എന്താണ് കുറ്റം പറയാൻ കഴിയുന്നത്? ശരി, ഇതിൻ്റെ കൂടെ ഞാൻ ഈ കഴിഞ്ഞ 2024 ജൂലൈ മാസം 29-ാം തീയതി ഒരു വാർത്ത നമ്മുടെ പത്രങ്ങളിലൊക്കെ വന്നു. ഓൺലൈൻ തട്ടിപ്പിൽ തലസ്ഥാനത്തെ അഭിഭാഷകന് 1 കോടി രൂപ നഷ്ടമായി. കഴിഞ്ഞ ജൂലൈ മാസം വന്ന വാർത്തയാണ്. തലസ്ഥാനത്തെ പ്രമുഖനായ ഒരു അഭിഭാഷകന് 1 കോടി രൂപ ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായി. പേരുണ്ട്, പേര് ഞാൻ തൽക്കാലം ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. ശാസ്തമംഗലം സ്വദേശിയായ ഒരു അഡ്വക്കേറ്റാണ്. പേരിപ്പോൾ എൻ്റെ മുന്നിലുണ്ട്, ഞാൻ വായിക്കുന്നില്ല. ഓഹരി വിപണിയിലെ നിക്ഷേപത്തിന്റെ മറവിലാണ് പണം തട്ടിയത്. സൈബർ തട്ടിപ്പ് കേസുകളിൽ കോടതികളിൽ ഹാജരാകുന്ന അഭിഭാഷകനാണ്
ഈ ശാസ്തമംഗലത്തെ ഈ അഭിഭാഷകൻ. അതാണ് അതിൻ്റെ പ്രത്യേകത. സൈബർ തട്ടിപ്പുകൾക്ക് എതിരെ നിൽക്കുകയും അതിനുവേണ്ടി കോടതിയിൽ വാദിക്കുകയും ചെയ്യുന്ന അഭിഭാഷകൻ, അയാൾക്ക് തന്നെ ഇത് പറ്റിയതാണ്. ഇത്തരം തട്ടിപ്പ് നടത്തുന്നവരെ കോടതിയിലെ കൂട്ടിൽ കൊണ്ടു നിർത്തി പിന്നെ വിസ്തരിച്ച് വിധി പ്രഖ്യാപിക്കുന്ന ജഡ്ജിക്ക് പറ്റിയിരിക്കുന്നു. ഇത്തരം കേസുകൾ വിചാരണ ചെയ്യുന്ന പ്രമുഖനായ അഭിഭാഷകനും പറ്റിപ്പോയിരിക്കുന്നു എന്നതാണ്. സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അന്ന് വന്ന വാർത്തയിൽ ഏറ്റവും പ്രധാനം. ഞാനത് ഒന്നും കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിച്ചെന്നേ ഉള്ളൂ. ഇനി ഇതേ വർഷം 2024 കഴിഞ്ഞ സെപ്റ്റംബർ 30 കേരളത്തിലെ ഒരു വാർത്ത നമ്മൾ വന്ന് ശ്രദ്ധിക്കുക. CBI ഉദ്യോഗസ്ഥൻ ചമഞ്ഞുള്ള ഓൺലൈൻ തട്ടിപ്പിലൂടെ കാഞ്ഞിരപ്പള്ളി സ്വദേശിനിക്ക് നഷ്ടമായത് 1,86,00,000 രൂപ. സെപ്റ്റംബർ 1 CBIയുടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞ് വീട്ടമ്മയെ വിളിക്കുന്നത്. പേരും കുടുംബ വിവരങ്ങളും പറയുകയും തുടർന്ന് വാട്സപ്പിൽ വീഡിയോ കോളിൽ വരാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. CBIയുടെ ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തിയ യൂണിഫോമിലുള്ള ഒരാൾ വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടിയത്. വിളിച്ചയാൾ ഇവരുടെ ബാങ്ക് വിവരങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു. കൂടാതെ വീട്ടമ്മയുടെ ബോംബെയിലുള്ള അക്കൗണ്ടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും വാറണ്ട് ഉള്ളതിനാൽ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നുമായിരുന്നു ഭീഷണി. വ്യാജമായി നിർമ്മിച്ച അറസ്റ്റ് വാറണ്ട് കൂടി കാണിച്ചതോടെ ഇവർ പരിഭ്രാന്തരായി. കേസിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ പണം തരണമെന്ന് ഇയാൾ ആവശ്യപ്പെടുകയും ഈ കാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ വിദേശത്തുള്ള മക്കളുടെ ജോലി കളയുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് വീട്ടമ്മ പല തവണകളായി 1,86,62,000 രൂപ ഈ പറഞ്ഞ അക്കൗണ്ടുകളിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. പണം കൈമാറിയ ശേഷം അവരെ ബന്ധപ്പെടാൻ കഴിയാതിരുന്നപ്പോഴാണ് തട്ടിപ്പാണെന്ന് വീട്ടമ്മ തിരിച്ചറിഞ്ഞത്. തുടർന്ന് കാഞ്ഞിരപ്പള്ളി പോലീസിൽ പരാതി നൽകി. പരാതിയിൽ വിശദമായ അന്വേഷണം എന്നുള്ള പോലീസ് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ പൊതുജനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ പോലീസ് മേധാവി അവിടുത്തെ ഷാഹുൽ ഹമീദ് ജില്ലാ പോലീസ് മേധാവി അന്ന് പറയുകയും ചെയ്തു. അതും വാർത്തയിൽ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം വായിച്ച ജഡ്ജിയുടെ വാർത്ത, അത് കഴിഞ്ഞിട്ട് പ്രമുഖനായ ഒരു തിരുവനന്തപുരം തലസ്ഥാനത്തെ വക്കീല്, പിന്നൊരു വീട്ടമ്മ. ഇത് ഇങ്ങനെ തുടരുന്നു. ഇവിടെയെല്ലാം അമിതമായി പണം മോഹിക്കുന്നവർക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്. വീട്ടമ്മയ്ക്കും പറ്റിയതെന്നാണ്. വീട്ടമ്മയ്ക്കും കൃത്യമായി ഇത് വിശ്വസിക്കണമെങ്കിൽ വീട്ടമ്മയും ഇത്തരത്തിലുള്ള ചില കുഴപ്പങ്ങൾ, പണം ഉണ്ടാക്കിയതിലും പണം സമ്പാദിക്കുന്നതിലും ഒക്കെ ചില കുഴപ്പങ്ങളുണ്ട് എന്നാണ് വീട്ടമ്മയ്ക്ക് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സംഭവിച്ചത്. എന്തായാലും സൈബർ തട്ടിപ്പുകാർ മിടുക്കന്മാർ, എന്തൊക്കെ ആണെങ്കിൽ പോലും നമ്മളെ 24 മണിക്കൂറും നമ്മുടെ അധികൃതർ നമ്മുടെ ഫോണിൽ കൂടിയൊക്കെ അലർട്ട് തന്നുകൊണ്ടിരുന്നാലും നമ്മൾ ജഡ്ജിമാർ പോലും ഈ അമിത ലാഭത്തിനു വേണ്ടി വാവിളർന്നു പോകുന്നു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.